ഞാനൊരു എക്സാമ്പിൾ എഴുതാം. S gives A small a or B small b. So ഇതൊരു ഗ്രാമർ ആണ്. Then A gives B, B gives. So ഇതാണ് എൻ്റെ ഗ്രാമർ. സോ ഈ ഗ്രാമറിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ ഓഗ്മെന്റഡ് ഗ്രാമർ ഉണ്ടാക്കണം. സോ ഓഗ്മെന്റഡ് ഗ്രാമർ എന്താണ്? S dash gives yes, yes gives ഈ ഒരു സംഭവം അല്ലെ, ഇത്രയും. ഓക്കെ, ഇതാണ് എൻ്റെ ഓഗ്മെന്റഡ് ഗ്രാമർ. ഇനി എൻ്റെ അടുത്ത ഉദ്ദേശം എന്താണ്? എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക. കനോണിക്കൽ എല്ലാ സീറോ ഐറ്റംസ് കണ്ടുപിടിക്കണം. അതാണ് ഇനി എൻ്റെ അടുത്ത ഉദ്ദേശം. കനോണിക്കൽ എല്ലാ സീറോ ഐറ്റംസ് കണ്ടുപിടിക്കണം. സോ ഇത് മനസ്സിലാകാത്ത ആൾക്കാർ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ റെക്കോർഡിംഗ് ഞാൻ ചെയ്തില്ല, ഞാൻ പുതിയ ക്വസ്റ്റ്യൻ ആണ് റെക്കോർഡിംഗ് ചെയ്യുന്നത്. സോ എനിവേ നമ്മൾ ഒരു ഗ്രാമർ കിട്ടിയാൽ എങ്ങനെ SLR ടേബിളിലേക്ക് എത്താം എന്നുള്ളതാണ്. ആ ഗ്രാമർ ഓഗ്മെന്റഡ് ഗ്രാമർ ആക്കുന്നു. കനോണിക്കൽ LR സീറോ ഐറ്റംസ് കണ്ടുപിടിക്കും. സോ അവിടെ ക്വസ്റ്റ്യൻ നമുക്ക് കനോണിക്കൽ LR സീറോ ഐറ്റംസ് കണ്ടുപിടിക്കാം. ആദ്യം I0 ആണ്. അപ്പോ കനോണിക്കൽ സീറോ ഐറ്റംസ് എന്ന് പറയുമ്പോൾ I0 ആണ് ആദ്യം. സോ I0 എന്ന് പറയുന്നത് എങ്ങനെയാണ്? എല്ലാ പ്രൊഡക്ഷന്റെയും റൈറ്റ് സൈഡിൽ ഡോട്ട് ഇടുന്നു. അങ്ങനെയാണ് നമ്മൾ I0 കണ്ടെത്തുക അല്ലെ. S gives dot A S gives dot B A gives dot D B gives dot D. സോ ഇത്രയാണ് I0 എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത്. I0 then I0യിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? I1ലേക്ക് പോകുന്നു. സോ I1 എന്ന് പറയുന്നത് നെക്സ്റ്റ് കനോണിക്കൽ സീറോ ആണ്. അപ്പൊ I0 എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ് I0. I0യിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഗോ ടു ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ ഗോ ടു ഓഫ് I0 കോമ, ഇവിടെ നമുക്ക് ആദ്യത്തെ ഹാൻഡിൽ എന്ന് പറയുന്നത് S ആണ്. സോ I0 കോമ S. സോ അതിനകത്ത് നമ്മൾ I1 എന്ന് എഴുതേണ്ടത് S dash gives S dot. സോ നമ്മുടെ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ അവിടെ അവസാനിച്ചു. ഈ സ്റ്റേറ്റ് അക്സെപ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ്. സോ I1 കഴിഞ്ഞു. അവിടെ I1ല് നമ്മൾ എസിന്റെ മാത്രമാണ് എടുത്തത്. ഇനി നമുക്കുള്ളത് I2 ആണ്. I2 എന്താണ് എഴുതേണ്ടത്? I2 എഴുതേണ്ടത് ഇവിടുത്തെ അടുത്ത ഹാൻഡിൽ എന്ന് പറയുന്നത് A ആണല്ലോ. അപ്പൊ I0യിൽ നിന്ന് A എന്ന നോൺ ടെർമിനൽ വഴി ഏത് സ്റ്റേറ്റിലേക്ക് പോകും? അത് I2ലേക്കാ പോവാം. അപ്പൊ നമ്മൾ ഇവിടെ എന്തെഴുതും? ഗോ ടു ഓഫ് I0 കോമ A അല്ലെ, I0 കോമ A. അപ്പോ എന്തെഴുതണം? S gives A dot small a. അങ്ങനെയല്ലേ? അതായത് നമ്മുടെ ഡോട്ട് എന്ത് ചെയ്യണം? ഒരു സൈഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ എഴുതുന്നു S gives A dot A. കഴിഞ്ഞു. ഇനി I3
അടുത്ത സ്റ്റേറ്റ്, അടുത്ത LR0 ഐറ്റം. അത് ഏതാണ് എടുക്കേണ്ടത്? അടുത്ത LR0 ഐറ്റത്തിന്റെ ഹാൻഡിൽ ഏതാണ്? ബി ആണ് അല്ലെ? ബി ആണ്. അപ്പൊ I0, B ആണ്. I0, B ആണ്. നമ്മൾ എന്ത് എഴുതുന്നു? go to of I0, B. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എഴുതുന്ന പ്രൊഡക്ഷൻ S gives B dot P. ഇതൊക്കെ വന്നത് മേളിൽ നിന്നാണ്. നിങ്ങൾ എന്റെ കൂടെ എഴുതി വന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. BB, കാരണം നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ അടുത്ത ഏത് ഐറ്റം ആണ് വേണ്ടത്? I4 ആണ് വേണ്ടത്. സോ I4ൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? D ആണ് അടുത്ത ഹാൻഡിൽ അല്ലെ? D ആണ് അടുത്ത ഹാൻഡിൽ. അപ്പൊ ആ D എന്ന് പറയുന്ന ഹാൻഡിലിനെ നമുക്ക് എന്തിവിടെ എഴുതാം? I4 gives I4 എന്ന് പറഞ്ഞാൽ go to of I0, D. I0, D. Then I0, D. അപ്പോ എഴുതേണ്ട പ്രൊഡക്ഷൻ A gives D dot. അത് മാത്രം എഴുതിയാൽ മതിയോ? A gives D dot മാത്രം എഴുതിയാൽ മതിയോ? A gives D dot മാത്രം എഴുതിയാൽ മതിയോ? ഇവിടെ ഹാൻഡിൽ ആയിട്ട് രണ്ടാമത്തെ പ്രൊഡക്ഷനിലും, അതായത് ഇവിടെ 4 പ്രൊഡക്ഷൻ, S gives AA, S gives BB, A gives D, B gives D. സോ B gives D യിലും D തന്നെയാണ് ഹാൻഡിൽ അല്ലെ? അതിനാണ് ഞാൻ ഈ എക്സാമ്പിൾ എഴുതിയത്. അപ്പോ ആ ഡിയുടെ പ്രൊഡക്ഷനും നമുക്ക് എവിടെ തന്നെ എഴുതാം? I4ൽ തന്നെ നമുക്ക് എഴുതാം. I4ൽ തന്നെ എഴുതാം. അപ്പൊ എന്ത് എഴുതാം? D gives D dot, D gives D dot എന്ന് എഴുതാം. അപ്പോ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ I0യിലുള്ള എല്ലാ ഹാൻഡിലുകളും നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഹാൻഡിലുകളും പ്രോസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡോട്ട് എവിടെ കിടക്കുന്നോ അത് ഒരു സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഡോട്ട് എവിടെ കിടക്കുന്നോ അത് അടുത്ത റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. സോ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. സോ I1 മനസ്സിലായി, I2 മനസ്സിലായി, I3 മനസ്സിലായി, I4 മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം, നമുക്ക് I1ൽ ഏതെങ്കിലും പ്രൊഡക്ഷനെ ഹാൻഡിൽ ചെയ്യാനുണ്ടോ? ഇല്ല. I1 എന്ന് പറയുന്ന LR0 ഐറ്റംസിനകത്ത് ഒരേ ഒരു പ്രൊഡക്ഷനേ ഉള്ളൂ, അത് അവിടെ അവസാനിച്ചു. ഡോട്ട് കഴിഞ്ഞ് പിന്നെ ഹാൻഡിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അവിടെ നമുക്ക് പ്രോസസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ I2ലോ? I2ൽ ആവശ്യമുണ്ട്. I2ൽ എന്താ എടുക്കേണ്ടത്? സ്മോൾ a ആണ് എടുക്കേണ്ടത്. അപ്പോ I5 എന്ന് പറയുന്നത് എന്താണ്? I5 എന്ന് പറയുന്നത് എന്താണ്? go to of I2, small a. ഓക്കെ, അപ്പൊ അവിടെ എഴുതേണ്ട പ്രൊഡക്ഷൻ എന്താണ്? S gives A, small a dot. കണ്ടോ? ഇവിടെ നോക്കൂ, ഇതാണ് I2 പ്രൊഡക്ഷൻ. അപ്പൊ I2 പ്രൊഡക്ഷനില് ഡോട്ട് കഴിഞ്ഞ് സ്മോൾ a ആണ് ഹാൻഡിൽ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ആ ഹാൻഡില് നമ്മൾ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഡോട്ട് കൊണ്ടുവരുമ്പോ A ഡോട്ട് എന്ന് കിട്ടും. അപ്പൊ I5 എവിടെ കഴിഞ്ഞു? ദെൻ I6 എന്താ എടുക്കേണ്ടേ? ഈ B ആണ് എടുക്കേണ്ടത് അല്ലെ? അതായത് I3 go to of I3, B. ഓക്കെ, അവിടെ എഴുതേണ്ട എന്താ? S gives B dot. ഇനി I4ൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ടോ? ഇല്ല. I5ലുള്ള പ്രൊഡക്ഷൻ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാനുണ്ടോ? ഇല്ല. I6ൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ നമ്പർ ഓഫ് LR0 ഐറ്റംസ് എത്രയാണ്? നമ്പർ ഓഫ് LR0 ഐറ്റംസ് എത്രയാണ്? 7 ആണ്. 7 ആണ്. കാരണം I0 മുതൽ തുടങ്ങി I6 വരെ അവസാനിച്ചു. അപ്പോ 7 ആണ്. ആൻഡ് ഇവിടെ ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിന്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഡേറ്റ ഫ്ലോ ഡയഗ്രാം, ഞാൻ ഇനി DFA എന്ന വേർഡ് ഉപയോഗിക്കുന്നില്ല, ഡയഗ്രാം എത്രയാണ്? അതും 7 ആണ്. ഓക്കെ, സോ ഇതിന്റെ ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിന്റെ ഡേറ്റ ഫ്ലോ ഡയഗ്രാം ഒന്ന് നിങ്ങൾ വരച്ച് നോക്കുക. കാരണം ഞാൻ ഇപ്പൊ ഇതിലേക്ക് എനിക്ക് വരയ്ക്കാൻ
പറ്റില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഡേറ്റ ഫ്ലോ ഡയഗ്രാം ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് അറിയില്ല എത്രത്തോളം നടക്കുമെന്ന്. സോ ഇത് ആദ്യത്തെ സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് I0 ആണ്. I0ക്ക് അകത്ത് എഴുതേണ്ട സാധനങ്ങൾ ഇത്രയും എഴുതണം. ഇത്രയും I0ക്ക് അകത്ത് എഴുതണം. സോ ഇതാണ് I0 എന്ന സ്റ്റേറ്റ്. ഇതാണ് I0 എന്ന സ്റ്റേറ്റ്. അപ്പോ ഇവിടെ നമുക്ക് എഴുതാം I0 സ്റ്റേറ്റ് ആണ്. ദെൻ ഈ I0 സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഗോ ടു ഓഫ് ഈ I0 സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഗോ ടു ഓഫ് I1 ആണ് എഴുതേണ്ടത്. അപ്പോ നോക്കാം. എന്നെക്കാളും നന്നായിട്ട് ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമായിരിക്കും. എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ I1 എഴുതുന്നു. I1 നിങ്ങൾ അതിനെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ലേബൽ കൊടുക്കാനാണ്. ഇവിടെ ലേബൽ വരേണ്ടത് എസ് എന്നാണ്. എസ് ആണ് അവിടെ വരുന്ന ലേബല്. എസ്. അത് കഴിഞ്ഞ് എസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് I1 കിട്ടുന്നത്. അടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ഗോ ടു തന്നെ വീണ്ടും വരയ്ക്കുന്നു. ആ ഗോ ടു അതും I0യിൽ നിന്നാണ്. I0യിൽ നിന്ന് ആ ഗോ ടു പോകേണ്ടത് എവിടേക്കാണ്? ആ ഗോ ടു പോകേണ്ടത് I2യിലേക്കാണ്. അപ്പൊ I2 ഇവിടെ വന്നു. ഈ I2 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. നമ്മുടെ I2 A വച്ചിട്ട് എയിലൂടെയാണ്, A എന്ന് പറയുന്ന ഹാൻഡിലൂടെയാണ് I2യിലേക്ക് പോകുന്നത്. വീണ്ടും നമ്മൾ I0യിൽ നിന്ന് തന്നെ വീണ്ടും ഒരു പ്രൊഡക്ഷൻ പോകുന്നു. വീണ്ടും ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. അത് I3യിലേക്കാണ്. സോ ഞാനിവിടെ I3 എഴുതുന്നു. ആൻഡ് ഇവിടെ വരേണ്ട സിമ്പൽ എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ അത് കഴിഞ്ഞു. ഇനി വീണ്ടും I0യിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് I4 ആണ്. അപ്പോ ഇവിടെ
I4 എന്ന് പറയുമ്പോൾ അത് ഏത് സിമ്പലിലാണ് പോകുന്നത്? ഡി എന്ന് പറയുന്ന ഹാൻഡിൽ വഴിയാണ് I4ലേക്ക് പോകുന്നത്. സോ ഇത്രയും എഴുതിയാൽ പോരെ. ഈ സ്റ്റേറ്റിനകത്ത് ഈ LR0 ഐറ്റംസ് എഴുതുമ്പോഴേ ഡേറ്റ ഫ്ലോ ഡയഗ്രാം കംപ്ലീറ്റ് ആവും. എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ LR0 ഐറ്റംസ് ഈ സ്റ്റേറ്റിനകത്ത് എഴുതണം. ഇനി I1-ൽ നിന്ന് ഉള്ള ഗോറ്റു, I1-ൽ നിന്ന് ഗോറ്റു ഉണ്ടോ? I1-ൽ നിന്ന് ഗോറ്റു ഇല്ല. കാരണം I1 എന്താണ്? ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. I1 ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അവിടെ ഗോറ്റു അതിൽ നിന്ന് ഇല്ല. Then I2-ൽ നിന്ന് ഗോറ്റു ഉണ്ടോ? ഉണ്ട്. I2-ൽ നിന്ന് ഗോറ്റു ഉള്ളത് I5-ലേക്കാണ്. I5-ലേക്കാണ് I2-ൽ നിന്ന് ഗോറ്റു ഉള്ളത്. അപ്പോ I2-ൽ നിന്ന് ഗോറ്റു ഉള്ളത് I5-ലേക്കാണ്. I5-ലേക്കാണ്. അപ്പോ I2-ൽ നിന്ന് ഗോറ്റു ഉള്ളത് I5-ലേക്കാണ്. I5-ലാണ്. I2-ൽ എന്താ ഇരിക്കുന്നത്? I2-ൽ ഇരിക്കുന്നത് നോക്കിയേ, I5 എന്ന് പറഞ്ഞാൽ A ഡോട്ട് ആണ്. അപ്പോ പോയ ഹാൻഡിൽ ഏതാണ്? സ്മോൾ എ ആണ്. സ്മോൾ എ ആണ് അല്ലെ? അപ്പോ നമുക്ക് ഇവിടെ സ്മോൾ എ എഴുതാം. കഴിഞ്ഞു. Then I3-ൽ നിന്ന് ഇതുപോലെ ഒരു സ്റ്റേറ്റിലേക്ക് കൂടെ പോകുന്നുണ്ട്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുകയാണ് ഞാൻ ഈ വരയ്ക്കുന്നതിന് വേണ്ടി. എന്ത് ചെയ്യാൻ, എനിക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാവാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. സോ ഇവിടെ I6. സോ I6 ഇവിടെ വരുന്നത് സ്മോൾ ബി വരച്ചിട്ടാണ്. സ്മോൾ ബി. അപ്പോ ഇതാണ് നമ്മുടെ ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഏകദേശം നിങ്ങൾക്ക് ഡേറ്റ ഫ്ലോ ഡയഗ്രാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ LR0 ഐറ്റംസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിലേക്കാണ് പോവാറ്. ഇനി ഇതിന്റെ പാഴ്സിംഗ് ടേബിൾ വരയ്ക്കാം. ഇതിന്റെ പാഴ്സിംഗ് ടേബിൾ SLR പാഴ്സിംഗ് ടേബിൾ. അപ്പോ ഈ SLR പാഴ്സിംഗ് ടേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു? 7 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോ 7 റോ ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു പാഴ്സിംഗ് ടേബിൾ വരച്ചു. സോ ഈ പാഴ്സിംഗ് ടേബിളിലെ റോസ് എല്ലാം ഞാൻ എഴുതി. I0, I1, I2, I3, I4, I5, I6. ഇനി ഇതിലുള്ള ടെർമിനൽസ്, ഈ പ്രൊഡക്ഷനിലുള്ള ടെർമിനൽസ് ഏതൊക്കെയാണ്? A, B, D അല്ലെ? A, B, D. നമ്മളിവിടെ A എഴുതി, then B എഴുതി, then D എഴുതി, then ഡോളർ എഴുതി, then പിന്നെ നോൺ ടെർമിനൽസ് എഴുതണം. S, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B. സോ ഇത്രയും എഴുതുമ്പോൾ പാഴ്സിംഗ് ടേബിൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാര്യങ്ങൾ എഴുതാം. നമ്മുടെ ഈ ഒരു ഡേറ്റ ഫ്ലോ ഡയഗ്രാം വെച്ചിട്ട് തന്നെ എഴുതാം. I0-ൽ നിന്ന് S വഴിയാണെങ്കിൽ എങ്ങോട്ട് പോകും? 1-ലേക്ക് പോകും. I1-ലേക്ക് പോകും. അപ്പൊ ഇവിടെ 1 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഗോ ടു. Then I0-ൽ നിന്ന് A ആണെങ്കിലോ I2-ലേക്ക് പോകും. B ആണെങ്കിൽ I3-ലേക്ക് പോകും. അപ്പൊ ഇവിടെ നമ്മൾ 2-ഉം 3-യും എഴുതി. ഓക്കെ, അതവിടെ കഴിഞ്ഞു. നോൺ ടെർമിനൽസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി I0-ൽ നിന്ന് D എന്ന് പറയുന്ന ടെർമിനൽ വഴി 4-ലേക്ക് പോകും. അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതണം? S4 എന്ന് എഴുതണം. അതായത് ഷിഫ്റ്റ് 4 എന്നാണ് അർത്ഥം. അതെവിടെ എഴുതി. അപ്പൊ I0-യുടെ കാര്യങ്ങൾ കഴിഞ്ഞു.
ഇനി I1 നമ്മൾ പറഞ്ഞു അക്സെപ്റ്റ് സ്റ്റേറ്റ് ആണ്, അവിടെ നിന്ന് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഡോളറിന്റെ അടുത്ത് എന്ത് എഴുതും? അക്സെപ്റ്റ് എന്ന് എഴുതും. അതവിടെ കഴിഞ്ഞു. ദെൻ I2 എടുക്കാം. I2ൽ നിന്ന് സ്മോൾ എയിലെ ചെയ്യുമ്പോൾ I5ലേക്ക് പോവാണ്, സ്മോൾ ബി ചെയ്യുമ്പോൾ ഓക്കെ സ്മോൾ എ ചെയ്യുമ്പോൾ I5ലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? I2ന്റെ അടുത്ത് ഇവിടെ എന്ത് എഴുതണം? S5 എന്ന് എഴുതണം. I3ക്ക് ആണെങ്കിലോ S6 എന്ന് എഴുതണം. ഓക്കെ, I3യിൽ നിന്ന് ഇവിടെ കാണാം, ഇവിടെ നോക്കൂ, I2ൽ എ വരുമ്പോ I5ലേക്ക് പോകുന്നു, I3യിൽ ബി വരുമ്പോ I6ലേക്ക് പോകുന്നു. നമ്മളെ നോൺ ടെർമിനൽസ് ആണെങ്കിൽ അവിടെ ഷിഫ്റ്റ് വെച്ചിട്ടാണ് ആ ഒരു സ്റ്റേറ്റ് എഴുതുക. അപ്പൊ S4, S5, S6 ഇത്ര എഴുതിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി I4 നോക്കൂ. I4 ആണ് എങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് അവസാനിക്കുന്ന പ്രൊഡക്ഷൻസ് ആണ്, അതായത് ഡോട്ട് എവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. സോ I1 കഴിഞ്ഞു, I2 കഴിഞ്ഞു, I3 അവിടെ ഒന്നും അവസാനം ഡോട്ടുള്ള ഒരു പ്രൊഡക്ഷൻസും ഇല്ല. പക്ഷെ I4ലെ 2 പ്രൊഡക്ഷൻസ് ഉണ്ട്, അവസാനം ഡോട്ടുള്ള 2 പ്രൊഡക്ഷൻസ് ഉണ്ട്. സോ അവസാനം ഡോട്ട് വരുന്ന പ്രൊഡക്ഷൻസ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതിന്റെ LHSന്റെ ഫോളോ എടുക്കണം. LHSന്റെ ഫോളോ എടുത്ത് അവിടെ നമ്മൾ എന്ത് എഴുതണം? ആ പ്രൊഡക്ഷൻ നമ്പർ റെഡ്യൂസ് എന്നുള്ളത് എഴുതണം. ഇപ്പോ ഡി ഡോട്ട് എന്ന് എ ഗീവ്സ് ഡി ഡോട്ട്, ആ പ്രൊഡക്ഷന്റെ പ്രോസസ്സിങ് അവിടെ അവസാനിച്ചു. അപ്പൊ എന്താ ചെയ്യാ? എ എന്ന് പറയുന്ന നോൺ ടെർമിനലിന്റെ ഫോളോ എടുക്കും. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ എയുടെ ഫോളോ എന്താണ്? എയുടെ ഫോളോ എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. എയുടെ ഫോളോ എന്ന് പറയുന്നത് സ്മോൾ എ ആണ്, ആണല്ലോ. എയുടെ ഫോളോ എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. അപ്പോ എയുടെ ഇത് സ്മോൾ എ ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് എഴുതി? ആ പ്രൊഡക്ഷൻ നമ്പർ, ഈ ക്വസ്റ്റ്യനിൽ ആ പ്രൊഡക്ഷൻ നമ്പർ എത്രാമതാണ് കിടക്കുന്നത്? ഈ പ്രൊഡക്ഷനിലെ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇത് എത്രാമതാണ്? ഈ എ ഗീവ്സ് ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ മൂന്നാമതാണ് അല്ലെ? അപ്പോ മൂന്നാമതായതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതി? R3 എന്ന് എഴുതി. R3 ക്ലിയർ? R3 എന്ന്. അതുപോലെ തന്നെ I4ല് ഒരു പ്രൊഡക്ഷൻ കൂടെ എന്താ? B ഗീവ്സ് B ഡോട്ട്. അപ്പൊ ബിയുടെ ഫോളോ എടുക്കണം. ബിയുടെ ഫോളോ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ബി ആണ്. അപ്പൊ സ്മോൾ ബിയുടെ അടുത്ത് എന്ത് എഴുതണം? R4 എഴുതണം. നാലാമത്തെ പ്രൊഡക്ഷൻ ആണല്ലോ B gives D എന്ന് പറയുന്നത്. അപ്പൊ അവിടെ R4 എന്ന് എഴുതാം. ഇനി I5 പ്രൊഡക്ഷൻ എടുക്കാം. I5 എടുക്കാം. I5ക്കകത്ത് A ഡോട്ട് എന്നുണ്ട് അല്ലെ? അപ്പൊ A ഡോട്ട് എന്ന് പറയുന്നത് നോക്കുമ്പോ എസിന്റെ ഫോളോ എടുക്കണം. എസിന്റെ ഫോളോ എന്താണ്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം എസിന്റെ ഫോളോ എന്താണ്? ഡോളർ ആണ്. ഡോളർ മാത്രമേ ഉള്ളൂ എസിന്റെ ഫോളോ അല്ലെ? അപ്പൊ എസ് ഗീവ്സ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. അപ്പോ ഈ എസിനും ഡോളറിനും, അതായത് ഡോളറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതുന്നു? R1 എന്ന് എഴുതും. അതുപോലെ I6ൽ എന്താ കിടക്കുന്നത്? I6 കിടക്കുന്ന എന്താ? BB ഡോട്ട്. അപ്പൊ അവിടെ എന്തെടുക്കണം? എസിന്റെ ഫോളോ എടുക്കണം. എസിന്റെ ഫോളോ എന്താണ്? ഡോളർ ആണ്. എസ് ഗീവ്സ് BB എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എത്രാമത്തെയാണ്? രണ്ടാമത്തെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതണം? R2 എന്ന് എഴുതണം. ഓക്കെ, സോ ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ പാഴ്സിംഗ് ടേബിൾ വരെയുള്ള എക്സാമ്പിൾ. അപ്പോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് അയക്കുകയാണ്. ഇത് ഞാൻ ഈ റെക്കോർഡിംഗ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുകയാണ്. സോ നിങ്ങൾ നോക്കുക. ഓക്കെ.